പറമ്പിലെ പഴമെല്ലാം കൂടെ കൊണ്ട് വെച്ചിട്ട് ആർക്കും വേണ്ടേ? പഴുക്കുന്ന തീരുന്നുണ്ടല്ലേ? അതുകൊണ്ട് അങ്ങോട്ട് നോക്കിയത് കൊണ്ട് 3-4 കുഞ്ഞിപ്പിള്ളേർ ഏതോ ഒരു സീരിയൽ കണ്ടുപിടിച്ചിട്ടുണ്ട്, മാളികപ്പുറം എന്ന് പറഞ്ഞ അയ്യപ്പന്റെ ഒരു സീരിയലേ. കഴിഞ്ഞ ദിവസം ഇവരെങ്ങനെയോ ഇത് TV ചാനൽ മാറ്റിയപ്പോഴെങ്ങാണ്ട് കിട്ടിയതാ. ഇപ്പൊ ഒരു 4 ദിവസമായിട്ട് ഇവിടെ രാത്രിയും പകലും ഫുൾ ടൈം ഇതാ. ഇന്നലെ രാത്രി 11 മണി കഴിഞ്ഞ് 11:30 കണ്ടായപ്പോഴാ കിടക്കാൻ പറഞ്ഞിട്ട് ഇതോടെ ഒരെണ്ണം കൂടെ തീർന്നിട്ട് കിടക്കാന്ന്. പകലും അതെ. അപ്പൊ ഏതായാലും സമയം പോകുന്നുണ്ടല്ലോ, വേറെ ശല്യമൊന്നും ഇല്ലല്ലോ. എന്നാലും ഒരു മടുപ്പ് തോന്നുവല്ല നീ ഇല്ല, അവർക്കിപ്പം വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ. ഫുഡ് കഴിക്കുക, എവിടെയെങ്കിലും ഇരിക്കുക, TV കാണുക, പിള്ളേരുടെ കാര്യം പറയാം. കൊച്ചു TV ഒക്കെ വെച്ച് കൊടുത്തേക്കുന്നവരാ. അതെ, കുഞ്ഞ ഇതിന്റെ എല്ലാ ആള് അതെന്നാന്നോ, ചാച്ചന് TV-യിൽ എന്നതാണേലും കുഴപ്പമില്ല, TV ഓൺ ആയിരുന്നാ മതിയായിരുന്നു. അത് ഇപ്പൊ ഇത് കാണാൻ തുടങ്ങിയ പിന്നെ ഇത് കണ്ടോണ്ടിരുന്നോളും. ഇവരെ എല്ലാം പിഴപ്പിക്കുന്നത്. പരീക്ഷയ്ക്ക് സംഭവിക്കുന്ന ചൂരമീൻ വാങ്ങിച്ചോ? ചൂരക്കറി വെക്കുവോ? കൊള്ളാം. ചൂരമീൻ നല്ല അടിപൊളിയായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലേ? റെഡിയാക്കി. ഇത് ഞാനിപ്പം അടുപ്പേ കൊണ്ട് വെക്കണോ അതോ ഗ്യാസ് വെക്കണോന്ന് ആലോചിക്കുന്നേ. ഇതിപ്പോ ഗ്യാസ് ഒക്കെ തീർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുപ്പ് തന്നെ ശരണം കേട്ടോ. അവിടെ വെയിൽ, അതുകൊണ്ട് ഇങ്ങനെ എന്നാ ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചത്. ഞാനൊരു കാര്യം ചെയ്യും, കുഞ്ഞെ പരീക്ഷയ്ക്ക് കൊണ്ടുവിട്ടിട്ട് വരാം. പോന്നുണ്ടോ? അങ്ങനെ അടയ്ക്കാറായോ? സ്കൂള് നാളെ ആയിരുന്നു ഒരു പരീക്ഷ, അത് 31-ാം തീയതി മാറ്റി. ആണോ? 31-ന് ഇനി ഓർമ്മ നമ്മുടെ കഴിഞ്ഞ. അത് കഴിഞ്ഞാ പിന്നെ ചാച്ചന്റെ അമ്മച്ചിയുടെ കൂടെ അവിടെ ഇരുന്ന് TV കാണും. നീ എന്നാ പരിപാടിയാണോ? പറയത്തില്ല, ലാസ്റ്റ് കണ്ടാ മതി. ഇതെന്നാ ബേസ്ബോർഡ് വെച്ചിട്ട് കണ്ട കലാപരിപാടിയാണെന്നല്ലോ. പറയത്തില്ല, കണ്ടാ മതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പറയത്തില്ല. ആ വണ്ടിയെല്ലാം കൂടെ തന്നെ കാണിക്കുന്നത് അതിലേ കൊണ്ടോ വെച്ചേക്കുന്നത്? അത് വെക്കാൻ ഞാൻ നോക്കിയിട്ട് വേറെ സ്പോട്ടൊന്നും കണ്ടില്ല. ആണോ? അവിടെ ആകുമ്പോൾ എപ്പോഴും വെട്ടമുണ്ടല്ലോ. അത് ശരിയാ. പക്ഷെ 2 ദിവസം കൂടുമ്പോൾ പൊടി പിടിക്കും, എപ്പോഴും തൂത്തോണ്ടിരിക്കണം. എന്നാ സാധനം, എന്നാ വിലയുടെ സാധനങ്ങളാ അതൊക്കെ ഒരു എൻ്റെ കാശ് കളയാൻ. എന്താണ് തേങ്ങ എല്ലാം മുഴുവൻ പൊട്ടിച്ച് വെച്ചേക്കുന്നത്? തേങ്ങ എല്ലാം പൊട്ടിച്ചെടുത്ത പണി തുടങ്ങാൻ പോവാം. ആണോ? ചമ്മന്തിപ്പൊടി ഞങ്ങൾ റെഡിയാക്കുവാണോ? വിറകടുപ്പ് വെച്ചുണ്ടാക്കാൻ പോവാം. ഗ്യാസ് തീർന്നതോടുകൂടി പണി പാളിയല്ലേ? തീർന്നില്ല, പക്ഷെ ഇനി കിട്ടുമെന്ന് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് പോപ്പിയുടെ മെഷീനും ഓൺ ആകാൻ തുടങ്ങുന്നു. ആണോ? എങ്ങനെയുണ്ട് മെഷീൻ? അത് അവന് മാത്രമേ ഇവർക്കൊന്നും കിട്ടുന്നില്ല. ആണോ? ഒരു കൈ കൊണ്ട് ബലത്തിൽ പിടിക്കണം, എന്നാലേ പറ്റത്തുള്ളൂ. അവനാകുമ്പോ പിന്നെ ഒരു എക്സസൈസ് ആയിക്കോളൂല്ലോ. കൊള്ളാം അല്ലേ? എന്നാ പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാക്കിക്കോ. ഇത് ഈ ഇരിക്കുന്ന മുഴുവൻ ചിരണ്ടാവുള്ള. അതെല്ലാം ചിരണ്ടാവുള്ളതാ. അപ്പൊ തേങ്ങ എല്ലാം പൊട്ടിച്ചവിടെ വെച്ചിട്ടുണ്ട്, ഒരാൾ ചിരണ്ടാനും തുടങ്ങിയിട്ടുണ്ട്. എന്റെ പണി ഞാൻ തീർത്തിട്ട് വെച്ചിട്ടുണ്ട്, ഇനി വറക്കുന്ന പരിപാടി എനിക്കുള്ളൂ. ഇതാ ഇഞ്ചി, ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇനിയും കരിയേപ്പിലും കൂടി ഇട്ടാൽ മതി. ഇതിൻ്റെ കൂടെ തീർന്നില്ല, പിന്നെ വേറെ ഞുടുക്കുപണികളുണ്ട്. എങ്ങനെയുണ്ട് മെഷീൻ? മെഷീൻ കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. ആണോ? പക്ഷെ ഒരു കൈ ബലത്തിൽ പിടിച്ചിട്ട് വേണം ചിരണ്ടി വിടാൻ അല്ലേ? പിടിച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല, ഒരു ബാലൻസാ. അത് ഇവിടെ ആദ്യം 2-3 ചിരണമ്പോ തെന്നി പോകും, പിന്നെ കുഴപ്പമൊന്നുമില്ല. ആയിക്കോളും, കുഴപ്പമില്ല. എല്ലായിടത്തും നമ്മൾ വേണമെന്ന്. അതെ വെള്ളം നല്ല അടിപൊളിയാണല്ലോ. ശുദ്ധമായ തേങ്ങ വെള്ളം ഇതുണ്ടല്ലോ, അത്രയും കൂടെ ഉണ്ടേ. ഇപ്പൊ പൊട്ടിച്ചതിന്റെ തേങ്ങ ചിരണ്ടി തീരുമ്പോഴേക്കും ആ വെള്ളം തീരും. കുടിച്ചു തീർക്കും. നല്ല വെയിലല്ലേ അല്ലേ? ഇത് നമുക്കൊരു ഫ്രിഡ്ജിനകത്ത് എടുത്ത് നോക്കുകയാണെങ്കിൽ സൂപ്പർ ആയിരിക്കും അല്ലേ? പക്ഷേ തേങ്ങ വെള്ളത്തിന് ടേസ്റ്റ് മാറും കുറച്ചേരം ഇരുന്ന് കഴിയുമ്പോൾ. അതിന് കുറച്ചുകൂടെ ഉണ്ട്. ആണോ? അമ്മച്ചി ഉണ്ടല്ലോ, ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും വൈകുന്നേരമായ തണുപ്പാവെന്നും പറഞ്ഞ് കുളിച്ച് റെഡിയായി. ചാച്ചനെ ഒരു 1 മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും നമ്മളൊരാൾ വന്ന് മൂടിയൊക്കെ വെട്ടി ഷേവൊക്കെ ചെയ്ത് നല്ല കുട്ടപ്പനാക്കി. തണുപ്പുണ്ടായിരുന്നോ അമ്മച്ചി? തണുപ്പുണ്ടായിരുന്നോ കുളിച്ചിട്ട്? ചൂടുവെള്ളത്തിലല്ലേ കുളിച്ചല്ലേ? അവിടെ അമ്മയും മോളും കൂടെ അടുക്കളയിൽ ഏതാണ്ട് ചമ്മന്തിപ്പൊടിയോ സാധനമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഉണ്ടാക്കട്ടെ. നാട്ടിലോട്ടേ ഭയങ്കര ചൂടാന്നാ പറഞ്ഞേ. ചൂട് ഭയങ്കരമാണ്, വെയിലിന് ഭയങ്കര ചൂടാന്ന്. നമ്മുടെ അവിടെ ഭയങ്കര ചൂടായിരിക്കും. അങ്ങ് ഗ്രൗണ്ട് അങ്ങനെ കിടക്കുന്നുണ്ട്, ഒരു മരവും തണലും ഒന്നുമില്ലല്ലോ. പിന്നെ മുറ്റത്ത് മാത്രം ചെറിയൊരു മരം നിൽക്കുന്നുണ്ട്. അത് ഈയിടെ അതിന്റെ എരമ്പെല്ലാം വെട്ടിയപ്പോ അവര് വെട്ടാൻ വന്നതാ, വീട്ടിച്ചില്ല. ആണോ? അതും കൂടെ വെട്ടിയാ അവിടെ ഒട്ടും തണലില്ല.
ഞാൻ പറഞ്ഞത് വെട്ടിക്കളയണ്ടെന്ന് പറഞ്ഞു. വെട്ടിക്കളഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കപ്പുറത്തില്ലെന്ന് പറഞ്ഞു. ആണോ? പിന്നെ അവര് വെട്ടാതെ പോയി. ആണോ? ബാക്കിയെല്ലാം വെട്ടി. അങ്ങോട്ടുള്ള എരമ്പെല്ലാം ഇറക്കും, ഇറക്കി. വാതിലെല്ലാം തെളിക്കുക. അത് മഴയാകുമ്പോൾ വെട്ടിയാ പോരെ അല്ലേ? ഉം. ഈ വെയില് തന്നെ ഇതെല്ലാം വെട്ടിക്കളയാം. ആ വെയിലത്ത് വെട്ടിയല്ലല്ലേ എല്ലാം ഉണങ്ങി മാറ്റി വെക്കാനൊക്കെയുള്ളൂ. ഇവിടെ അതെ. അവിടെ റോഡല്ലേ ഉള്ളൂ, വേറെ എങ്ങോട്ടും ഇടാനില്ലല്ലോ. അതല്ലേ ആ വെട്ടി വലുതെല്ലാം വെട്ടി കണ്ടിച്ച് അവിടെയോട്ട് ഇടുക. നമുക്ക് വിറകിനെടുക്കാം. ആ വിറക് എടുക്കണമെന്നുണ്ട്, പക്ഷെ അരുമ്പൊന്ന് വെറുക്കുമോന്ന് അറിയത്തില്ല. ഇവിടെയും ഗ്യാസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാം വിറകലായി. അവരാണ്ട് വെളിയിൽ അടുപ്പൊക്കെ കൂട്ടി ചമ്മന്തിപ്പൊടിയൊക്കെ അവിടെ ഉണ്ടാക്കാനുള്ള പരിപാടി. വെയിലുള്ളതുകൊണ്ട്, അല്ല മഴയില്ലാത്തതുകൊണ്ട്. മഴയില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഗ്യാസ് തീർന്നുകൊണ്ട് ബുക്ക് ചെയ്തൊക്കെ അല്ലേ കിട്ടുന്നത്. അവിടെ ഗ്യാസ് ഉണ്ടെങ്കിലും ഞാൻ കൂടുതലും അടുപ്പിൽ വെച്ചാണ് ഉണ്ടാക്കുന്നത്. അടുപ്പ് പിന്നെ അവിടെ നിന്നുകൊണ്ട് അടുപ്പത്തി കത്തിച്ചുണ്ടാക്കാമല്ലോ. അത് കാരണം അതുകൊണ്ട് നമ്മൾ അടുപ്പയിലാണ് കൂടുതലും. ഞാൻ കൂടുതലും അടുക്കളയിലാണ് ഉണ്ടാക്കുന്നത്. നമുക്കത് തന്നെയല്ലേ ശീലവും. നമ്മൾ നാച്ചുറൽ രീതിയിലാണ് കേട്ടോ ഇനി ഉണ്ടാക്കുന്നതെന്ന്. ഗ്യാസ് കിട്ടാനില്ലാത്തത് കൊണ്ട്, ക്ഷാമം കൊണ്ട് നമ്മൾ വിറകടുപ്പയിലുണ്ടാക്കുക. അതിലും വിറകുണ്ടല്ലോ, ഇഷ്ടം പോലെ വിറകല്ലേ നമുക്ക്, പറമ്പ് നിറച്ച്. പക്ഷെ ഗ്യാസിന്റെ പോലെ അല്ല കേട്ടോ, തീ ഭയങ്കര ചൂടാ. അടുപ്പെങ്കിൽ അതെ, ഗ്യാസ് ആകുമ്പോൾ അടി നല്ലപോലെ കത്തുള്ളൂ. ഇതിപ്പോൾ നിരന്ന് കത്തുന്നതുകൊണ്ട് ചൂടായിരിക്കാൻ പറ്റിയല്ല. എന്നാ ചൂടാന്നല്ലോ, കയ്യും പൊള്ളും, പുകയാ. മഴയല്ലടാ, അത് പ്ലാവേന്ന് വേനലാകുമ്പോൾ വെള്ളം ഇങ്ങനെ വീഴും, തുള്ളി വീഴും. അത് എല്ലാ പ്ലാവേനും ഇല്ല. ഇവിടെ ചില മരത്തിനുണ്ട്, അങ്ങേയറ്റത്തൊരു മരം നിൽക്കുന്നത്, എപ്പോഴും വെള്ളം പിടിച്ചോണ്ടല്ലേ നിൽക്കുള്ളൂ. മഴ പെയ്യുന്ന പോലെ അതിന്റെ ചവിട്ടി പോയി നിന്ന. പ്ലാവിന്റെ ചവിട്ടി നിൽക്കുന്ന ഏലമൊക്കെ എപ്പോഴും നനഞ്ഞു തന്നെ നിൽക്കും. എന്നാണ് പരിപാടി ഇനി? ഈ ചമ്മന്തി ഇനി ഇത് വറുത്ത് പൊടിക്കണം. ശാസനം മച്ചന്തി ഒക്കെ നാമം ചെല്ലാൻ നേരമായി. ഇനി അതിട്ട് കൊടുക്കുവോ? ഇനി ഇതും കൂടി ഇടണം. കരിയാപ്പില, അതും കൂടെ ഇട്ടാരെ. കരിയാപ്പില, ഇഞ്ചിയും ഉള്ളിയും. ഇനി അത് ഇളക്കി കരിവേപ്പിലയും ഇഞ്ചി, ഉള്ളിയും 5-6 കഷ്ണം വെളുത്തുള്ളി, പിന്നെ ഉഴുന്നും കുരുമുളകും കൂടെ വറുത്ത് വേറെ വെച്ചു. അതെല്ലാം കൊട്ടിനി പൊടിക്കണം. ഇത് മൂത്ത് കഴിയുമ്പോൾ അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി ഇത് ചമ്മന്തി എല്ലാം പൊടിയാക്കി വെച്ചു. ഇനി ഇതൊന്ന് പാക്ക് ചെയ്ത് വെക്കണം കേട്ടോ. ഒന്ന് പാക്ക് ചെയ്തേക്കണം. ഇത് നാളെ അയക്കാനുള്ളത്. ഇത് നാളെ അയക്കാനുള്ളതാ. പിന്നെ ഇനി എന്നതാ, വിളിക്കുവാണെങ്കിൽ നമുക്ക് കഴിക്കായിരുന്നു. എനിക്ക് വിശക്കുന്നു. സമയം 10:30 കേട്ടോ. അപ്പം നമ്മുടെ കുടംപുളി എല്ലാം സെറ്റായിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തോട്ടെ ഉപ്പുപൊടിയും വെളിച്ചെണ്ണയും കൂടി തിരുമ്മി വെക്കാം. നമ്മളിവിടെ കുടംപുളി നല്ലപോലെ ഉപ്പും വെളിച്ചെണ്ണയും തിരുമ്മി വെക്കും. തിരുമ്മിയിട്ട് നല്ല ഒരു ടിന്നിലിട്ട് നന്നായിട്ട് അടച്ചങ്ങ് വെക്കും. വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ പുളിയുടെ ഉറയെല്ലാം ഇറങ്ങിയിട്ട് നല്ല അടിപൊളി പുളിയാകും. ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് തിരുമ്മി ഇതെല്ലോട്ടെ നന്നായിട്ട് എല്ലാ പുളിയിലും പിടിക്കുന്ന പോലെ നല്ലപോലെ തിരുമ്മി യോജിപ്പിച്ചെടുക്കാം. ഗരാജ് പണിയൊക്കെ എന്നായി? പണിയൊക്കെ കഴിഞ്ഞു വന്നപ്പോൾ എൻ്റെ ഗ്ലാസ്സിൽ കുറേ സ്ക്രാച്ച് ഉണ്ട്. ഇപ്പോൾ ഗ്ലാസ് മാറ്റണം. ഇപ്പോൾ ഗ്ലാസ് മാറ്റണം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.